ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ ഹനുമാൻ. ത്രേതായുഗത്തിൽ രാമൻ ആഞ്ജനേയനെ പുണർന്നുകൊണ്ട് പ്രേമവിവശനായി അരുളി: ആഞ്ജനേയ, നീ ചെയ്ത സേവനങ്ങൾക്ക് ഒന്നിനു പോലും മതിയായ പ്രതിഫലം നൽകാൻ എനിക്കാവില്ല. പ്രതിഫലം നൽകി തൃപ്തിപ്പെടാനും എനിക്ക് സാധിക്കില്ല. എന്റെ ജീവിതം മുഴുവനും നൽകിയാലും അതിന് പകരമാവില്ല. ഞാൻ അത്രമാത്രം നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രീരാമചന്ദ്രപ്രഭു സായി രാമനായി പുനരവതരിപ്പിച്ചപ്പോഴും ആ കടം വീട്ടാനുള്ള ശ്രമം നടന്നു. അതിന്റെ ഫലമായിരുന്നു വിദ്യാഗിരി കുന്നുകളിൽ ഉയർന്ന കൂറ്റൻ ഹനുമാൻ പ്രതിമ. ഭഗവാൻ ബാബ വീരഹനുമാനെ കുറിച്ച് പറയവേ അരുളി: ഒരു ഭക്തനെ കാത്ത് ഇത്രകാലം ഞാൻ കാത്തിരുന്നു. ഒടുവിൽ ഭക്തനെ കാണുന്നതിനായി ഞാൻ ആഞ്ജനേയന്റെ പ്രതിമ സ്ഥാപിച്ചു. നിങ്ങളിൽ ആർക്കെങ്കിലും ഭക്തനെന്ന് സ്വയം തോന്നിയാൽ ഹനുമാനെ നോക്കുക, സ്വയം വിലയിരുത്തുക. ആഞ്ജനേയനോട് ഭഗവാനുള്ള ഭാവം ഇതിൽ നിന്ന് വ്യക്തം. തിരുവവതാരത്തിന്റെ 65-ാം തിരുനാളിലാണ് 1990 65 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ ഭക്തലോകത്തിനായി ഭഗവാൻ സമ്മാനിച്ചത്. ആ വർഷം ജനുവരി മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഓരോ ചുവടുവയ്പിലും ഭഗവാന്റെ ഉപദേശവും നിർദ്ദേശവും ഉണ്ടായിരുന്നു. കേണൽ ജോഗറാവുവിനൊപ്പം സ്വാമി വിദ്യാഗിരി കുന്നിലെത്തി പ്രതിമ എവിടെ സ്ഥാപിക്കണമെന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജയകുമാർ, തിലൈ നായകം എന്നീ എഞ്ചിനീയർമാരെ ആ ചുമതല ഏൽപ്പിച്ചു. അവർ ഹനുമാന്റെ പല രൂപങ്ങളുടെയും മാതൃക തിരുസന്നിധിയിൽ ഹാജരാക്കി. ഇടത് കൈയിൽ സഞ്ജീവനി മലയുമായി കുതിക്കാൻ വെമ്പുന്ന വീരമാരുതിയുടെ രൂപം ഭഗവാൻ തിരഞ്ഞെടുത്തു. താമസിയാതെ അതിന്റെ ഒരു മാതൃകാ രൂപമുണ്ടാക്കി അംഗീകാരത്തിനായി സ്വാമിയെ കാണിച്ചു. 65 അടി ഉയരമുള്ള പ്രതിമയാകുമ്പോൾ ഏകദേശം 1000 ടൺ ഭാരം വരുമെന്നും അതിനാൽ പ്രതിമയുടെ ഉള്ള് പൊള്ളയായി നിർമ്മിക്കാമെന്നും അവർ നിർദ്ദേശിച്ചു. പുഞ്ചിരിയോടെ സ്വാമി പറഞ്ഞു: അത് വേണ്ട, 100 കണക്കിന് വർഷങ്ങൾ അവിടെ നിൽക്കേണ്ടതാണ് ആ ആഞ്ജനേയ പ്രതിമ. അതുകൊണ്ട് പൊള്ളയായി പണിയണ്ട, ശരിയായ വിധം നിർമ്മിക്കുക. നല്ല ബലവും വേണം. ഏറ്റവും ഭാരമേറിയ സ്റ്റീൽ ഗാർഡുകൾ കൊണ്ട് ആദ്യഘട്ട പണി ആരംഭിച്ചു. കാടും പടലും മാറ്റിയപ്പോൾ കണ്ട പഴകിയ പാറ നീക്കം ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. അതിനു താഴെ നിരപ്പായ വലിയ കരിങ്കൽ മല. വമ്പൻ പ്രതിമ താങ്ങുവാൻ തക്ക ഉറപ്പുള്ള അടിത്തറയായി ആ വമ്പൻ കരിങ്കൽ മല മാറി. 1996 ഫെബ്രുവരി 19 ഭൂമി പൂജ നടന്നു. ആ അവസരത്തിൽ ഭഗവാൻ തൃക്കര ചലനത്താൽ 3.5 ഇഞ്ച് വലിപ്പമുള്ള ഹനുമാന്റെ ഒരു സ്വർണ്ണ വിഗ്രഹം സൃഷ്ടിച്ചു. അത് ശ്രീ സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ച് പ്രതിമ ആ വിധം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. നേരത്തെ രൂപകൽപ്പന ചെയ്ത പ്രതിമയിൽ നിന്ന് ചില മാറ്റങ്ങൾ പുതിയതിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ആദ്യമുണ്ടാക്കിയ പ്രതിമയിൽ ഉണ്ടായേക്കാവുന്ന നിർമ്മാണ പ്രശ്നങ്ങൾ ഇതിൽ പരിഹൃതമായി. കരിങ്കൽ കഷ്ണങ്ങളും ഇഷ്ടികയും സ്പർശിച്ച് ഭഗവാൻ നിർമ്മാണ സ്ഥലത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ വയ്പ്പിച്ചു. അതിനുശേഷം ജോലി സ്ഥലം മുഴുവൻ നടന്ന് തൃപ്പാദ സ്പർശത്താൽ അനുഗ്രഹിച്ചു. നാളികേരം മുടച്ച് ജലം തെളിച്ച് അവിടം ശുദ്ധമാക്കി. 2-3 ദിവസം കഴിഞ്ഞ് ഭഗവാൻ അറിയിച്ചു: പ്രതിമ നേരിട്ട് കരിങ്കൽ പാറയിൽ സ്ഥാപിക്കേണ്ട. ആദ്യം ഒരു പീഠം, അതിനു മുകളിൽ പ്രതിമ. അല്ലെങ്കിൽ ഹനുമാന്റെ പാദം മുതൽ താഴെ നിൽക്കുന്നവർക്ക് കാണാനാവില്ല. ആ പ്രതിഷ്ഠാപീഠത്തിന് എത്ര ഉയരം വേണം സ്വാമി? എഞ്ചിനീയർ തിലൈ നായകർ തിരക്കി. എന്റെ അത്രയും ഉയരമാകാം, ഭഗവാൻ അരുളി. എഞ്ചിനീയർമാർ കണക്കുകൾ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി. വിദ്യാഗിരി മലയിൽ ആഞ്ഞടിക്കുന്ന കാറ്റിൽ പ്രതിമ നിൽക്കണമെങ്കിൽ അത് ബലിഷ്ഠമായൊരു പീഠത്തിൽ തന്നെ പ്രതിഷ്ഠിക്കണം. മാത്രമല്ല, സ്വാമി പറഞ്ഞ അത്ര ഉയരമുണ്ടെങ്കിലേ അത് ബലവത്തായി നിൽക്കൂ. അങ്ങനെ 5 അടി 4 ഇഞ്ച് ഉയരത്തിൽ പ്രതിഷ്ഠാപീഠം ഉണ്ടാക്കി. അതിനാൽ കരിങ്കൽപ്പാറ തുരക്കാതെ പ്രതിമയുടെ പാദത്തിനു വേണ്ടുന്ന ഗാർഡറുകൾ ഉറപ്പിക്കാനും കഴിഞ്ഞു. മാർച്ച് ആയപ്പോഴേക്ക് സ്റ്റീൽ ഘടകങ്ങളുടെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു. 24 മണിക്കൂറും തുടർച്ചയായി ജോലി ചെയ്തു. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിർദ്ദേശവും അനുഗ്രഹവും നൽകിക്കൊണ്ടിരുന്നു. പ്രതിമാ നിർമ്മാണത്തിന് 60 ടൺ സ്റ്റീൽ, 150 ടൺ സിമന്റ് എന്നിവ വേണ്ടി വന്നു. പ്രതിമയുടെ ഭാരം 900 ടൺ. വീരമാരുതിയുടെ കയ്യിലിരിക്കുന്ന ഗദയുടെ ഭാരം 20 ടൺ. ഇടതു കൈയിലെ പർവ്വതം 50 ടൺ. വാലിന് ഭാരം 5 ടൺ. 65-ാം തിരുനാളിന് തലേ ദിവസം 65 അടി ഉയരമുള്ള വീരമാരുതിയെ ഭഗവാൻ ഭക്തലോകത്തിന് സമ്മാനിച്ചു. 1990 നവംബർ 22. ഓം തത്സത്ത്.